എന്താണ് ആക്ച്വലി നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്? നിങ്ങളുടെ ഡ്രീം എന്തായിരുന്നു? അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കാരണം ഒക്കെ അൺലോക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ലോക്ക് ചെയ്യപ്പെട്ട ഒരു ഡ്രീമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അൺലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അതൊരു മറ്റുള്ളവർക്കും കൂടി നമുക്കതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒരു ഉള്ളൊരു ഏരിയ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും നമ്മളുടെ ഡ്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രീം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ലൈഫാണ്. ഓക്കെ, ഗുഡ്. സുമിത കമന്റ് ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് ലൈഫായിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ശരിക്കും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് ആക്ച്വലി അത് കറക്റ്റ് തന്നെയാണ് അല്ലെ. നമ്മളെ ഡ്രീം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ മാത്രം, അതെ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ജോബ്, അതുപോലെ തന്നെ ശരി, എല്ലാവരും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അല്ലെ. അപ്പോ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രം പോരാ നമുക്ക് ലൈഫിൽ അല്ലെ. പൈസ കുറെ ഉണ്ടാവേണ്ട കാര്യമില്ല, നമുക്കത് ലോങ് ടേം ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി വേണം, ഒരു മെന്റൽ സ്റ്റെബിലിറ്റി. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഡ്രീം ചെയ്ത് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത്, അതെ, മേക്കിംഗ് പാരന്റ്സ് ഹാപ്പി. ഓക്കെ, CEO of a company, very good, very good. Binduja, very good dream. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലെ. ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളെ മാത്രമല്ല മാറ്റുന്നത് അല്ലെ, നിങ്ങളെ കൂടെയുള്ള, നിങ്ങളെ ഈ ലോകത്തിന് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ് ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ആ ഒരു ഇതിനോട്? യെസ്, ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ളവരെ കൂടെ നമുക്ക് സ്വാധീനിക്കാനായിട്ട്, അത് നമ്മളൊരു ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ ഒരു പെട്ടിക്കുള്ളിലൊക്കെ അടച്ചിട്ടപ്പെട്ട ഒരു അടച്ചുള്ള ഒരു ലൈഫായിരുന്നു ഇരിക്കാം നമ്മളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫാന്റസിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഡ്രീം. അപ്പൊ ആ ഡ്രീമിനെ നമുക്ക് ലൈഫ് കൊടുക്കണ്ടേ? ആ ഡ്രീമിനെ നമുക്കൊരു ജീവൻ കൊടുക്കാനായിട്ട് ആർക്കാണ് പറ്റുക? സത്യത്തില് നമ്മളുടെ ഡ്രീമിനെ നമുക്കൊരു പുതുജീവൻ കൊടുക്കാനായിട്ട്, അത് നമ്മളൊരു അനുഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല അല്ലല്ലോ. കാരണം നമ്മൾ സ്വപ്നം കണ്ടു, രാത്രി സ്വപ്നം കണ്ടു, യെസ്, അവർ സെൽഫ്, നമുക്ക് തന്നെയാണ്, യു അല്ലെങ്കിൽ മീ അല്ലെങ്കിൽ നമ്മൾ, വി എന്നുള്ളൊരു ഫാക്ടർ. നമ്മളുടെ സ്വപ്നങ്ങൾക്ക് എപ്പോഴും താങ്ങാവുന്നത് നമ്മൾ തന്നെയാണ്. അത് തന്നെയാണ് എന്താണ് സത്യം എന്ന് പറയുന്നത്. സോ ആ സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കാനായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് എല്ലാവരും നല്ല ഡ്രീമായിട്ട്, ഒരു നല്ല ഡ്രീമുള്ള ആൾക്കാരാണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ ഈ കമന്റുകൾ കാണുമ്പോൾ.